ഈശോയുടെ 12 ശിഷ്യന്മാരുടെ നാമധേയത്തിലുള്ള ചെമ്മലമറ്റം 12 ശ്ലീഹന്മാരുടെ പള്ളിയിൽ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ രീതിയിൽ 12 ശ്ലീഹന്മാരുടെ തിരുനാൾ ആചരിച്ചു. കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ തിരുനാൾ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്നും കൈമുതലായി ലഭിച്ച മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വിശ്വാസ തീക്ഷ്ണത എടുത്തുപറഞ്ഞ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ഏതു വിധത്തിലുള്ള പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയും വിധമുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ആത്മനിറവിൽ നിന്നാണെന്നും വ്യക്തമാക്കി. ഒരേ ഒരു ശിഷ്യന്റെ തീക്ഷ്ണമായ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം അത് വളരെ ചൂടുള്ള ഒന്നാണ്. ഏത് വിധത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന വിധമുള്ള ശക്തി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മാവിന്റെ നിറവുകൊണ്ടാണ്. ചെമ്മലമറ്റം 12 ശ്ലീഹന്മാരുടെ പള്ളിയിലെ പ്രസിദ്ധമായ അപ്പവും മീനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. മുൻ വർഷത്തേക്കാൾ വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിച്ചത് എടുത്തു പറയേണ്ടതായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും വിശ്വാസികൾ എത്തിയത് തിരുനാളിന്റെ മാറ്റുകൂട്ടി. ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിലും അപ്പവും മീനും പങ്കുവച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശ്ലീഹന്മാരുടെ തിരുനാളിന് ഈ നേർച്ച നടത്തുന്നത്. ചെമ്മലമറ്റം പള്ളി വികാരിയായിരുന്ന ഫാദർ ജെയിംസ് കട്ടക്കിലാണ് ഈ നേർച്ച ആരംഭിച്ചത്. വർഷങ്ങളായി AKCC സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതേസമയം 12 ശ്ലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് 12ന്റെ വിസ്മയമൊരുക്കി വേറിട്ട ഒരു തിരുനാൾ പ്രദക്ഷിണത്തിനാണ് ചെമ്മലമറ്റം ഇടവക വേദിയായത്. പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് 12 വൈദികർ ചേർന്ന് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിനോട് ചേർന്ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ 12 ശ്ലീഹന്മാരുടെ രൂപക്കൂട്, 12 മാലാഖമാർ, 12 അലങ്കാരക്കുടകൾ, 12 പൊന്നിൻകുരിശ് സഹിതമുള്ള 12ൽ തീർത്ത വിവിധ ആവിഷ്കാരങ്ങളെ തുടർന്ന് അപ്പവും മീനും ഊട്ടുനേർച്ചയും നടത്തപ്പെട്ടു. ഷെക്കേന ന്യൂസ്, കോട്ടയം.